ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബിന്ദുസ് നാടൻ രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് വളരെ പുതുമയാർന്ന ഒരു കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതെല്ലാവർക്കും ഇഷ്ടമാകും. നിങ്ങളെല്ലാവരും തീർച്ചയായും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കണം. ഈ കറിയുടെ ടേസ്റ്റ് കൂടാനായിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ അപ്പോൾ മനസ്സിലാവും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുകയും വേണം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു വിടുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞ് അതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതാണ്. ചതച്ചോ ചെറുതായിട്ട് അരിഞ്ഞോ ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ചതച്ചതാണ് ചേർത്ത് കൊടുത്തത്. വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്നും മാറും. ചെറുതായിട്ട് വെണ്ടയ്ക്ക വട്ടത്തിൽ അരിഞ്ഞാണ് എടുത്തേക്കുന്നത്. ഒരുപാട് കനം കൂട്ടിയല്ല, ഒത്തിരി കനം കുറച്ചുമല്ല, ഇതുപോലെ അരിഞ്ഞെടുത്തേക്കുന്നത്. ഇത് 1/2 കിലോ വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുകയാണ്. ഈ വെണ്ടയ്ക്ക ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. വെണ്ടയ്ക്ക ഒന്ന് നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടണം നമുക്ക്. അതിനാണ് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുന്നത്. ഇതിലേക്ക് 1 സവോള നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്, അത് ചേർത്ത് കൊടുക്കുക. രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞും കൂടി ഉണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഒന്നുകൂടെ ഇളക്കിയിട്ട് നമുക്ക് സവോള ഒന്ന് വാട്ടിയെടുക്കണം. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പൊടിയുടെ പച്ചമണം ഒന്ന് മാറണം. ഇതിനകത്തേക്ക് നമുക്കിനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കണം. 1/2 ടീസ്പൂൺ ഗരം മസാല. പൊടിയുടെ പച്ചമണം ഒന്ന് മാറാനായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്തേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതോടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വാടിയാൽ മതി, ഒരുപാട് വെന്തങ്ങോട്ട് കുഴയണ്ട.
സവാളയ്ക്ക ഒന്ന് വാടിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മളിനി ചേർത്ത് കൊടുക്കുന്ന കുറച്ച് തേങ്ങ ചിരകിയതാണ്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഈ തേങ്ങയുടെ പച്ചച്ചവയും കൂടെ ഒന്ന് മാറിയാൽ മതി. പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് മാറിയാൽ മതി. ഇനി ഉപ്പ് നോക്കണേ. വെണ്ടയ്ക്കായ്ക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഈ തേങ്ങയും കൂടെ ഒക്കെ ചേർത്ത് കഴിഞ്ഞപ്പോൾ ഉപ്പൊന്ന് നോക്കണം. വേണമെങ്കിൽ അല്പം കൂടെ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. വെണ്ടയ്ക്ക കുഴഞ്ഞു പോകാതെ വേണം നമ്മൾ ഇളക്കാൻ. വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കരുത്. ഇത് ഇത്രയും മതി. ഇങ്ങനെ ഒന്ന് ഇളക്കി ആ തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ മാത്രം ശ്രദ്ധിച്ച് ചെയ്യണം. നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള വെണ്ടയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മെഴുക്കുവരട്ടിയും അല്ലാത്ത തോരനും ഒക്കെ കഴിക്കുന്നതിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമായ ടേസ്റ്റിലാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാണാനും നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെയാണ് ടേസ്റ്റ്. പിന്നെ ആ ജീരകവും വെളുത്തുള്ളിയൊക്കെ കൂടെ പൊട്ടിച്ചപ്പോഴത്തെ ആ സ്മെല്ലുണ്ടല്ലോ, അത് വരുമ്പോൾ തന്നെ നമുക്ക് ഇതിനോട് അങ്ങ് ഇഷ്ടം തോന്നും. നല്ലൊരു മണം അന്നേരം വന്നത്. അത് ഞാൻ അന്നേരം പറയാൻ വിട്ടുപോയി. മതി, നമുക്കിനി ഇത് തീ ഓഫ് ചെയ്യാം. ഈ വീഡിയോ മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന ഒരുപാട് റെസിപ്പികൾ നമ്മുടെ ചാനലിലുണ്ട്. അതൊക്കെ കണ്ടിട്ടില്ലാത്തവർ അതെല്ലാം ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ അത് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കൊടുക്കാനും മറന്നു പോകല്ലേ. നിങ്ങൾ തരുന്ന പ്രോത്സാഹനം ഒന്നുകൊണ്ട് മാത്രമാണ് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാൻ പറ്റുന്നത്. അത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.